ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ 13ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ, അതായത് കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്റർ. ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ചതാണ്. ഇത് 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ. ആസിഡ്, ബേസ്, സാൾട്ട് എന്നാണ് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് കേട്ടോ. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷും മലയാളവും കൂടെ ഉള്ള നോട്ടാണ് കണ്ടോ. ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. ടെസ്റ്റ് ഇവിടെ കുറേ ഇതാണ്ടോ കുഞ്ഞുങ്ങളെ. പുളിയും തൈരും വിനാഗിരി ഇങ്ങനെയൊക്കെയുള്ള കുറേ പടം തന്നിട്ടുണ്ട്. നമുക്ക് പരിചിതമായ ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്നത്. ഇവ നിങ്ങൾ രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവയ്ക്കെല്ലാം എന്താവും നിങ്ങളെ? ഇവയ്ക്കെല്ലാം പുളി അല്ലേ? ഇവിടെ പുളിയുടെ തന്നെ പടം കൊടുത്തിട്ടുണ്ട്. പുളി രുചിയാണ്. തൈരൊക്കെ നമ്മൾ കഴിച്ചിട്ടില്ലേ? ഇവ പൊതുവായിട്ട് എന്ത് രുചിയാണുള്ളത്? എന്തായിരിക്കും അതിന് കാരണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമുക്ക് അത് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നമുക്ക് പരിചിതമായ ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇവ രുചിച്ചു നോക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം ഉണ്ട് അല്ലേ? ഇവയ്ക്ക് പൊതുവായിട്ട് എന്ത് രുചിയാണ് ഉള്ളത്? വാട്ട് ടേസ്റ്റ് ഡു ദേ ഹാവ് ഇൻ കോമൺ? എങ്ങനെയായിരിക്കും? വാട്ട് ടേസ്റ്റ് ഡു ദേ ഹാവ് ഇൻ കോമൺ? ഏതായിരിക്കും കുഞ്ഞുങ്ങളെ? സോർ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇവയ്ക്ക് പൊതുവായിട്ട് എന്ത് രുചിയാണ് ഉള്ളത്? പുളി രുചിയാണ് ഉള്ളത്. ടെസ്റ്റിലെ തന്നെ ചോദ്യ ഉത്തരങ്ങളാണ്, ടെസ്റ്റിൽ തന്നെ എഴുതാനുള്ളതാണ്. എന്നാലും ഞാൻ അങ്ങ് എഴുതി കാണിച്ച, കാരണം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടേ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്തായിരിക്കും അതിന് കാരണം? ഇറ്റ് കണ്ടെയ്ൻസ് ആസിഡ്. ഇതിൽ ആസിഡുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അവയ്ക്ക് പുളി രുചിയുള്ളത് കേട്ടോ. രണ്ടാമത്തത്, നീല ലിറ്റ്മസ് പേപ്പറുമായും ചുവന്ന ലിറ്റ്മസ് പേപ്പറുമായും ഇവ സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് നിറമാറ്റമാണ് ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാകുന്നത്? നമ്മൾ നീല ലിറ്റ്മസ് പേപ്പറിനെയും ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെയും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിനകത്തിൽ ഇട്ടതാണ് കേട്ടോ. നിങ്ങൾ അതൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. കാരണം ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചൊക്കെ നമ്മൾ പാർട്ട് 1 പറയുന്നുണ്ട്. ഇത് 2 ആണ്. നീല ലിറ്റ്മസ് പേപ്പറുമായി ചുവന്ന ലിറ്റ്മസ് പേപ്പറുമായിട്ടും സമ്പർക്കത്തിൽ വരുമ്പോൾ എന്ത് നിറമാറ്റമാണ് ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാകുന്നത്? ഇവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പറായിട്ട് അങ്ങ് മാറുമെന്നാണ്. കാരണം എന്താ? ആസിഡ് ആയതുകൊണ്ടാണ് അല്ലേ? നമ്മൾ ബേസും ആസിഡും ഞങ്ങൾ ഡിഫറൻസ് പഠിച്ചില്ലേ? എന്താ നിങ്ങളെ, നമ്മൾ പഠിക്കുന്നത് ആസിഡുകളെ കുറിച്ചാണ് അല്ലെ? ആസിഡുകൾക്ക് സോർ ടേസ്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ആസിഡ് ആയതുകൊണ്ട് എന്താണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ഇൻ ടു റെഡ് ലിറ്റ്മസ് പേപ്പർ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആയിട്ട് അങ്ങ് മാറും. എന്തുകൊണ്ടാണ്? ആസിഡ് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെയോ അതുപോലെ തന്നെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, സ്കൂൾ രസതന്ത്ര പരീക്ഷണശാലയിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാ? അത് നമ്മൾ പഠിച്ചതല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇവയൊക്കെയാണ് അല്ലേ നമ്മൾ പഠിച്ചതാ പരീക്ഷണശാലകളിൽ ഉപയോഗിക്കുന്നത്. ഇവയുടെ നിറമാറ്റം നൽകുന്നു എന്ന് പരീക്ഷിച്ച് നോക്കി ഒരു സയൻസ് ഡയറിയിൽ. ഇവയ്ക്കൊക്കെ എന്ത് നിറമാറ്റമാണ് ലിറ്റ്മസ് പേപ്പറിൽ സംഭവിക്കുന്നതെന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്നവയാണെന്ന് ലിറ്റ്മസ് പേപ്പറിൽ നിറമാറ്റത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ആസിഡ് ആണെങ്കിൽ അതെന്താണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചുവന്ന ലിറ്റ്മസ് ആയിട്ട് അങ്ങ് മാറും. ആസിഡ് ആണെങ്കിൽ അല്ലേ? ബേസ് ആണെങ്കിലോ നേരെ തിരിഞ്ഞ് എന്താ ചുവപ്പങ്ങ് ബ്ലൂ ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. അത് നമ്മൾ ലിറ്റ്മസ് പേപ്പറിന്റെ ഇത് പഠിച്ചപ്പം പറഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ ടെസ്റ്റിനകത്തിൽ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. നോക്കണേ നിങ്ങളെ. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക. നോക്കണേ, അത് ഞാൻ ഇംഗ്ലീഷും എഴുതിയിട്ടുണ്ട്. ടേക്ക് എ സ്മാൾ പീസ് ഓഫ് സിങ്ക് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആഡ് എ ലിറ്റിൽ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് to it. Hold a burning matchstick at the mouth of the test tube. Record your observation. Could be the reasons. എന്ന് വെച്ചാലേ നോക്കിയേ, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക. അതിലേക്ക് അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ് ഭാഗത്ത് കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിക്കുക. അപ്പം നിങ്ങൾക്ക് നിരീക്ഷണം ഒബ്സർവ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എന്തായിരിക്കും കുഞ്ഞുങ്ങളെ ഒബ്സർവേഷന്? ആ മാച്ച് സ്റ്റിക്ക് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. നമ്മൾ തീപ്പെട്ടി ഇങ്ങനെ കത്താനുള്ള തീപ്പെട്ടിയാണ്, കത്താനുള്ള ആ തീപ്പെട്ടി അങ്ങോട്ട് വെക്കുമ്പോൾ ടപ്പേന്ന് പറഞ്ഞാൽ ആ തീപ്പെട്ടി കമ്പയിലോട്ട് പെട്ടെന്ന് എന്താണ് തീ കത്തുന്നതായിട്ട് ശബ്ദത്തോടെ ആ തീപ്പെട്ടിക്കൊള്ളി കത്തുന്നതായിട്ട് നമുക്ക് കാണാം. ദ മാച്ചിക്ക് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒബ്സർവേഷൻ. എന്ത് നിരീക്ഷണമാണ് അവിടെ കാണുന്നത്? കാരണം എന്തുണ്ടാവും നിങ്ങളെ? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ഗ്യാസാണ് പുറത്തോട്ട് വരുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും കൂടി ചേരുമ്പോൾ അവിടെ നിന്ന് ഒരു ഗ്യാസ് പുറത്തേക്ക് വരുന്നു. അത് ഏത് ഗ്യാസാണ്? ഹൈഡ്രജൻ ഗ്യാസാണ്
കേട്ടോ. റീസൺ എന്ന് വെച്ചാൽ എന്താണ്? ഹൈഡ്രജൻ ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട് കേട്ടോ. ഹൈഡ്രജൻ അതിനകത്തുനിന്നും വരുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് പെട്ടെന്ന് അത് കത്തുന്നത് കേട്ടോ. അത് തന്നെ തൊട്ട് താഴെയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണം മുകളിൽ ചെയ്ത പരീക്ഷണത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം ഇനി സൾഫ്യൂരിക് ആസിഡ് ചേർത്താലോ? സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലും അത് തന്നെയാണ് കേട്ടോ, കാരണം ആസിഡ് അല്ലേ. ഇനി അതിൻ്റെ തൊട്ട് താഴെ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചും മഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചും ഈ പരീക്ഷണം ആവർത്തിച്ച് നോക്കുക. ഈ മൂന്നെണ്ണത്തിലും സെയിം ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്നറിയോ? ഈ മൂന്നെണ്ണത്തിലും ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ആണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് എന്താവും നിങ്ങളെ പോപ്പ് എന്ന് പറയുന്ന ആ തീപ്പെട്ടിക്കൊള്ളി വെക്കുമ്പോൾ ഇതേ സൗണ്ട് തന്നെയായിരിക്കും കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. അതുകൊണ്ട് ഒരെണ്ണേ ഞാൻ എഴുതിയുള്ളൂ. കാരണം എന്താ, അത് തന്നെയാണ്, പേരൊന്നും മാറ്റമേ ഉള്ളൂ, അത് തന്നെ ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അതിൻ്റെ തൊട്ട് താഴെ when acid react with highly reactant metals hydrogen gas is produced. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്നാണ് കേട്ടോ. അതൊരു ബോക്സ് കയറ്റി നിങ്ങൾ എഴുതണം. ആസിഡുകൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. when acid react with highly reactant metals hydrogen gas is produced കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് കേട്ടോ. എന്നാണ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ ഫില്ല് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് ടെസ്റ്റിനകത്തിൽ തന്നെ സിങ്ക് കേട്ടോ, മലയാളം മീഡിയക്കാർക്ക് സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നപ്പോൾ നോക്കണേ കുഞ്ഞുങ്ങൾ, ഇവിടെ പട്ടിക പൂർത്തീകരിക്കാനാണ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നാൽ ഇത് സിങ്കിൻ്റെ കെമിക്കൽ ഫോർമുല ZN ആണ് കേട്ടോ. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഓർത്തോണേ 2HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ് കേട്ടോ, 2HCl. ഈ HCl ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്തൊക്കെയാവുന്നു എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, സിങ്ക് മലയാളം ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് മീഡിയം ആണെന്ന് വെച്ചാൽ എഴുതിക്കോണേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോൾ സിങ്ക് ക്ലോറൈഡ് കേട്ടോ. സിങ്ക് ക്ലോറിക് അല്ലേ, ഹൈഡ്രോക്ലോറിക്കും സിങ്കും ഹൈഡ്രോക്ലോറിക്കും കൂടെ ചേർന്നാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നാൽ എന്താണ് ഉണ്ടാവുന്നത്? സിങ്ക് ക്ലോറൈഡ് H2 എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഹൈഡ്രജൻ എന്ന വാതകം കൂടി ഉണ്ടാകുന്നു എന്നാണ് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ആസിഡുകൾക്ക് ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം അവിടെ ഉണ്ടാകുന്നു. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ എന്താണ് നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതല്ലേ, ഇതിനൊക്കെ വീര്യം കൂടിയതാണ്. ഇതൊക്കെ അല്ലേ ലാബിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഇവയൊക്കെ അല്ലേ. ഇന്ന് 2 ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നു. ഇവിടെ മഗ്നീഷ്യം ആയിരുന്നു. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്ന് ZN, ഇതിൻ്റെ എല്ലാം കെമിക്കൽ ഫോർമുല സമവാക്യമാണ്. രാസസൂത്രമെന്നോ രാസസമവാക്യമെന്നോ ZN HClൂടെ ചേരുമ്പോൾ ഇതിനകത്തുള്ളൊരു ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. സിങ്കും നമ്മുടെ ഈ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേരുമ്പോഴും ഇത് തങ്ങളിൽ ചേരുമ്പോൾ അവിടെ ഒരു ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഓർത്തോണ ഈ H2 വരുന്നതിനെക്കുറിച്ച്. അതുപോലെ തന്നെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്നപ്പോഴും H2 ഒരു മഗ്നീഷ്യത്തിൻ്റെയാണ് Mg, അതൊക്കെ അറിയാമല്ലോ. സിങ്കിൻ്റെ ZN, സൾഫ്യൂരിക് ആസിഡിൻ്റെ H2SO4, ഇതൊക്കെ അറിയണേ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. അത് കണ്ടവർക്ക് ഇത് എളുപ്പം മനസ്സിലാവും കേട്ടോ. അഥവാ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണ്, സിങ്കിന് ZN ആണ്, പിന്നെ സൾഫ്യൂരിക് ആസിഡിന് H2SO4 ആണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഒരു ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട്. മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡൂടെ ചേരുമ്പോഴും അതിൻ്റെ അകത്തുള്ളൊരു ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നുണ്ട്. മഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡൂടെ ചേരുമ്പോഴും മഗ്നീഷ്യവും സൾഫ്യൂരിക് ആസിഡിൻ്റെയും കൂടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. H2 ഇതിനകത്തിൽ 3 നോക്കി H2 ഉണ്ടാകുന്നുണ്ട്. ഇത് 4 അല്ലേ. ഇത് 4 വീര്യം കൂടിയ ആസിഡുകളാണ് കേട്ടോ. ഇത് നോക്കി, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും, അത് 2 അല്ലേ.
ഓക്കെ, അടുത്ത എക്സ്പെരിമെൻറ്റ് അത് നമ്മുടെ ടെസ്റ്റിനകത്തിലുള്ളതാണ്. ഇപ്പം നോക്കിയേ, ഇവിടെ Mg അല്ലേ, Mg എന്ന് വെച്ചാൽ നമുക്കറിയാം മഗ്നീഷ്യം. അറിയാൻ വയ്യാത്തവരൊന്ന് നോക്കൂ, കുഞ്ഞുങ്ങൾ ഒന്നുകൂടെ പറയാം. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് ZN 2HCl അല്ലേ. ഇവിടെ ഡാഷ് സൾഫ്യൂരിക് ആസിഡ്. ZN എന്ന് എന്തോത്തിൻ്റെ ആയിരുന്നു? ZN സിങ്കാണ്, സിങ്കിൻ്റെയാണ് ZN സിങ്ക് അല്ലേ. ഇവിടെ എന്തോ എല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? H2 അല്ലേ. എന്തുവാ ഇതൊരു H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മഗ്നീഷ്യം നോക്കി, H2HCl എന്ന് വെച്ചാൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് വരുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതാണ് ഇവിടെ വരുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ Mg എന്ന് വെച്ചാൽ എന്താ? Mg എന്ന് വെച്ചാൽ മഗ്നീഷ്യം. ഉണ്ടോ? മേളിലത്തെ അറിയാവുന്നവർക്ക് ഇതെല്ലാം ഉണ്ടോ? ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അടുത്ത പരീക്ഷണം നോക്കാനാവും. ഇതിനകത്ത് കൂടുതലും എക്സ്പെരിമെൻ്റ് ആട്ടോ. ആസിഡുകൾ നോക്കുക, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പരീക്ഷണം. ഇത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. നല്ലപോലെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും Mg എന്താണെന്നും. കണ്ടോ? മഗ്നീഷ്യം. Z എന്താണെന്ന്? സിങ്കാണ് കേട്ടോ. H2SO4 എന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. HCl എന്ന് വെച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇതറിയാവുന്നവർക്ക് ഇനി വീര്യം കൂടിയ ആസിഡുകളാണ്. ആസിഡുകൾ ലോഹങ്ങളുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാകുന്ന പറഞ്ഞത്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്നറിയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഇനി ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പരീക്ഷണം എഴുതാൻ. ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പരീക്ഷണം. എക്സ്പെരിമെന്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്. ഇപ്പോൾ നോക്കിയേ, ടേക്ക് സം കാൽസ്യം കാർബണേറ്റിൻ്റെ ബോയിലിംഗ് ട്യൂബ്. ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം കാൽസ്യം കാർബണേറ്റ് എടുക്കുക. ആഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ് ത്രൂ എ ടെസ്റ്റിൽ ഫണൽ. അതായത് ഒരു തീസിൽ ഫണലിൽ കൂടി അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. ഇത് തന്നെ സംഭവം കണ്ടോ. അതിനകത്തിലോട്ട് ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക. പാസ് ദ ഗ്യാസ് ദാറ്റ് കം ഔട്ട് ത്രൂ ക്ലിയർ ലൈം വാട്ടർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് അത് പുറത്തു വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടൂ. വാട്ട് കുഡ് യു ഒബ്സർവ്? എന്താണ് അവിടെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അതൊന്നുമില്ല കുഞ്ഞുങ്ങളെ, അവിടെ പുറത്തേക്ക് വരുന്നത് എന്തായിരിക്കും? അവിടെ ഇത് വരുമ്പോൾ പുറത്തേക്ക് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകമായിരിക്കും അതിൻ്റെ പുറത്തേക്ക് വരുന്നത് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്കിനി പഠിക്കാനുണ്ട്. ബാക്കി അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകമാണ് അവിടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താ അടുത്തതിലോട്ട് വരുമ്പോൾ അത് ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഈ ചുണ്ണാമ്പ് വെള്ളം അടുത്ത ഈ പുറത്തു വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിടൂ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചുണ്ണാമ്പ് വെള്ളം എന്ത് ചെയ്യുന്നു? വെള്ള കളറായിട്ട് മിൽക്കി കളറായിട്ട് അങ്ങ് മാറുന്നു എന്നാ പറയുന്നത് കേട്ടോ. നല്ല മിൽക്കി കളറായിട്ട് അങ്ങ് മാറുന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ദ ലൈം വാട്ടർ ടേൺസ് മിൽക്കി കേട്ടോ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഗ്യാസ് ഈസ് റിലീസ്ഡ് ത്രൂ ദ ഡെലിവറി ട്യൂബ്. ഈ ഡെലിവറി ട്യൂബിലൂടെ പുറത്ത് വന്ന വാതകം അവിടെ ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. അവിടെ പുറത്തേക്ക് വന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നോക്കണേ കുഞ്ഞുങ്ങളെ, ആസിഡുകൾ മുമ്പ് നമ്മൾ പഠിച്ച ഏതായിരുന്നു? ഇതുവരെ പഠിച്ചത്, അതായത് ആസിഡുകൾ ലോഹങ്ങൾ മെറ്റലുമായിട്ട് ചേരുമ്പോൾ അവിടെ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു എന്നാണ് ഫസ്റ്റിൽ പഠിച്ചത്. തിരിഞ്ഞു പോവല്ലേ. മെറ്റൽ ആസിഡുകളുമായിട്ട് ചേരുമ്പോൾ, ലോഹങ്ങൾ ആസിഡുകളുമായിട്ട് ചേരുമ്പോൾ അവിടെ ഏത് വാതകമാണ് പുറത്തു വരുന്നത്? ഹൈഡ്രജൻ വാതകം പുറത്തു വരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കിക്കേ, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആസിഡുകൾ രണ്ടാമത്തെയാണ്. ആസിഡുകൾ കാർബണേറ്റ്, നമ്മൾ ആസിഡിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് അവിടെ പുറത്തു വരുന്നത്. വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ലിബറേറ്റഡ് കേട്ടോ. ഇനി ആസിഡിൻ്റെ പ്രോപ്പർട്ടി അത് നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞതാ. എന്നാലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഹാവ് സോർ ടേസ്റ്റ് ആണ് എന്ന് വെച്ചാൽ പുളി രുചിയാണ്. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ് അല്ലേ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. മുമ്പ് നമ്മളൊരു എക്സ്പെരിമെൻറ്റിലും പറഞ്ഞതാണ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നു. ആസിഡുകളാണ് ആസിഡുകൾ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് ഫോംഡ് ബൈ റിയാക്ടിങ് വിത്ത് കാർബണേറ്റ്. കാർബണേറ്റുമായിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ലോഹങ്ങളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലോ എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെയുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ലിബറേറ്റഡ് ബൈ റിയാക്ടിങ് വിത്ത് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് സച്ചസ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, സിങ്കും മഗ്നീഷ്യവും. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. സിങ്ക്, മഗ്നീഷ്യം അങ്ങനെയുള്ള ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചാൽ
സിങ്ക് മഗ്നീഷ്യം തുടങ്ങിയ ക്രിയാശീലം കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിച്ചാൽ ഏത് വാതകമാവും നിങ്ങളെ പുറത്തു വരുന്നത്? ഹൈഡ്രജൻ വാതകമാണ് പുറത്തു വരുന്നത്. ഇത് നല്ലപോലെ പഠിച്ചോണേ. നമ്മളിപ്പോൾ കൂടുതലായിട്ടൊന്നും പഠിച്ചില്ല. നമ്മൾ ആസിഡുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ആസിഡിന് സോർ ടേസ്റ്റ് ആണ്. നമ്മൾ 2-3 എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞായിരുന്നു അല്ലേ, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കുന്നുണ്ട്. പിന്നെ കാർബണേറ്റ് ഗ്യാസ്, അതായത് കാർബണേറ്റുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഉണ്ടാകുന്നത്. കാർബണേറ്റുമായിട്ട് ആസിഡ് ചേരുമ്പോഴാണ്. എന്നാൽ സിങ്ക് മഗ്നീഷ്യം അങ്ങനെയുള്ള മെറ്റൽസ് അല്ലേ, അങ്ങനെയുള്ള ലോഹങ്ങളുമായിട്ട് ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്നത് കേട്ടോ, പ്രവർത്തിച്ച്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡാണ് കാർബണേറ്റുകളുമായി, ഇത് 1 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകമാണ് ഉണ്ടാകുന്നത്. സിങ്ക് മഗ്നീഷ്യം തുടങ്ങി ക്രിയാശീലം കൂടിയ നല്ല എഫക്റ്റ് ആയിട്ടുള്ള ആസിഡുകളുമായിട്ട് ചേരുമ്പോൾ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 9. അടുത്ത 10ാമത്തത് ആസിഡുകളിലെ പൊതുഘടകം. അടുത്ത അതിൻ്റെ തൊട്ട് താഴത്തെയാണ് കേട്ടോ. ആസിഡുകളുടെ പൊതുഘടകങ്ങളാണ് ആസിഡുകളുടെ പൊതുഘടകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പം ഹൈഡ്രജൻ്റെ പ്രതീകം എന്താവുന്നില്ല? വാട്ട് ഈസ് ദ സിംബൽ ഓഫ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ ഏതാ സിംബൽ കൊടുക്കുന്നത്? എച്ച് ആണ് അല്ലേ, ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ് കൊടുക്കുന്നത്. ഹൈഡ്രജൻ്റെ പ്രതീകം എച്ച് ആണ്. ഹൈഡ്രജൻ അയോണ് H+ അയോണ് ഹൈഡ്രജൻ അയോണ് H+ അയോൺ ഈസ് ദ അയോൺ ഫോംഡ് ഫ്രം ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോണുകളെ നമ്മൾ ഹൈഡ്രജൻ H+ അയോൺ എന്നാ പറയുന്നത് കേട്ടോ. ഹൈഡ്രജന് H+ അയോൺ എന്ന് വെച്ചാൽ എന്താ? കൂടുതലും ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോണുകളെ, ഇതൊക്കെ നല്ലപോലെ അറിയണേ. ഹൈഡ്രജനിൽ നിന്നും രൂപപ്പെടുന്ന അയോണുകളെയാണ് ഹൈഡ്രജൻ H+ അയോണുകൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല ഏതാണ്? രാസസൂത്രം HCl ആണ് കേട്ടോ. ഇപ്പം നമ്മൾ കുറേ പറഞ്ഞു, HCl ആണ്. ഇതൊക്കെ ഓർക്കണേ, HCl. വെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡിസോൾവ് ഇൻ വാട്ടർ, ഹൈഡ്രജൻ ആൻഡ് ക്ലോറൈഡ് അയോൺ വിത്ത് ഓപ്പോസിറ്റ് ചാർജ് ആർ ഫോംഡ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ, നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് അയോണുകളായിട്ട് അങ്ങ് മാറും എന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. അത് നല്ലപോലെ ഒന്ന് പഠിക്കണേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജുള്ള ഹൈഡ്രജൻ ക്ലോറൈഡ് അയോണുകളായിട്ട് മാറും. ഹൈഡ്രജന് ക്ലോറൈഡ് അയോണുകളായിട്ട് മാറും. അതായത് ഇവിടെ നോക്കിയാൽ HCl എന്ന് പറയുന്നതിനെ ജലത്തിൽ ലയിക്കുമ്പോൾ, HCl ജലത്തിൽ ലയിക്കുമ്പോൾ H+ അയോണുകളായിട്ടും Cl- അയോണുകളായിട്ടും മാറുന്നു. H+ അയോണായിട്ടും Cl- അയോണുകളായിട്ടും മാറുന്നു കേട്ടോ. അതൊക്കെ 1 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നൈട്രിക് ആസിഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന അയോണുകൾ ഏതെല്ലാം? നമ്മളോട് ചോദിച്ചതാ. നൈട്രിക് ആസിഡിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ഏതാ കുഞ്ഞുങ്ങളെ? HNO3 ആണ് കേട്ടോ. അത് നല്ലപോലെ അറിയണേ. ഏതാ? നൈട്രിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HNO3 ആണ്. അപ്പോൾ ഇവിടുത്തെ H എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞതാ. H എന്താണ്? H+ അയോൺ ആണ് അല്ലേ. ബാക്കി വരുന്ന NO3- അയോണുമാണ്. H+ അയോണുമാണ്. ബാക്കി വരുന്ന NO3 എന്ന് പറയുന്നത് - അയോണുമാണ്. ഇത് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. 13. ലാസ്റ്റ് 14ാമത്തെ കുറേ ആസിഡിൻ്റെ പേര് തന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല പഠിക്കണം. ഇത് ജലത്തിൽ ലയിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന അയോണുകൾ ഏതൊക്കെയാണെന്നും എഴുതണം കേട്ടോ. ഏതൊക്കെ കുഞ്ഞുങ്ങളെ? ആസിഡിൻ്റെ പേര്. ഇപ്പോൾ ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളിപ്പോൾ തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞു HCl ആണ് അല്ലേ. HCl ആണെങ്കിൽ ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആണെങ്കിൽ H+ എന്താണ്? H+ അയോൺ ആണ്. അപ്പോൾ ബാക്കി വരുന്ന Cl എന്തായിരിക്കും? Cl എന്ന് പറയുന്നത് അവിടുത്തെ മൈനസുമായിരിക്കും കേട്ടോ. H+ അയോണും Cl- അയോണും ആയിരിക്കുമെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിനെ നമുക്ക് എങ്ങനെ പറയാം? സൾഫ്യൂരിക് ആസിഡ് H എത്ര ഉണ്ടോ കുഞ്ഞുങ്ങളെ? H2. H എത്ര ഉണ്ട്? 2H. അങ്ങനെ എഴുതണം കേട്ടോ. H എത്ര ഉണ്ടെന്ന് എഴുതണം? 2H. H എപ്പോഴും എന്താണ്? + അയോണാണ്. അപ്പോൾ ബാക്കി വരുന്ന എന്താ? SO4 ഉണ്ട് അല്ലേ. SO4 എന്ന് എഴുതിയിട്ട് എത്ര മൈനസ് ഉണ്ട്? എത്ര ഉണ്ടോ കുഞ്ഞുങ്ങൾ ഇവിടെ നെഗറ്റീവ്?
എച്ച് എന്ന് പറയുന്നത് എച്ച് നോക്കി H2SO4 ആണ്. അപ്പോൾ എച്ച് ഇവിടെ എത്ര ഉണ്ട്? 2. അപ്പോൾ നമ്മൾ 2H+ എന്ന് പറയണം കേട്ടോ. ഇനി ബാക്കി വന്ന SO4, ആ SO4 എഴുതിയിട്ട് നമ്മൾ ഈ ഇവിടെ എച്ചിന് എത്ര ആണോ എച്ചിൻ്റെ വാല്യൂ എത്ര ആണെന്ന് നോക്കണം കേട്ടോ. എല്ലാത്തിൻ്റെ എച്ചിൻ്റെ വാല്യൂ ഇവിടെ നോക്കിയാൽ 2 ആണ്. അപ്പോൾ അവിടെ -2 എന്ന് കൊടുക്കണം കേട്ടോ. അവിടെ 2H ഉണ്ട് കേട്ടോ, 2H ഉണ്ട്. ഈ എച്ചിൻ്റെ ഇവിടെ എത്രയാണോ നമുക്ക് തരുന്നത് അതിന് മൈനസ് ഇട്ട് വേണം കൊടുക്കാൻ കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, കാർബോണിക് ആസിഡ് എത്ര എച്ച് ഉണ്ട്? 2H ഉണ്ട്. അപ്പോൾ അത് പ്ലസ് ആണ്. ബാക്കി വരുന്ന CO3 എഴുതുക. എച്ച് എത്ര ഉണ്ട്? 2. അപ്പം -2 കേട്ടോ. മൈനസ് കൊടുക്കണം. ഇത് പ്ലസ്, ഇത് മൈനസ് കേട്ടോ. അടുത്ത ഇവിടെ എച്ച് എത്ര ഉണ്ട്? 3H ഉണ്ട്. അപ്പം 3H+ ഉണ്ട് കേട്ടോ. എച്ച് എത്ര ഉണ്ട്? 3. അപ്പം 3H ഉണ്ട്. അത് പ്ലസ് അയോൺ ആണ്. ബാക്കി വരുന്ന PO4 എന്ന് പറയുന്നത് ഇത് 3 അല്ലേ, അപ്പം -3 കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് പഠിക്കണേ നിങ്ങൾ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പഠിക്കണേ. HCl എന്ന് പറയുന്നത് എച്ച്, കാരണം എച്ച് എന്താ? ഒന്നേ ഉള്ളൂ, അതിവിടെ ഒന്നിടേണ്ട കാര്യമില്ല. H+, ബാക്കി വരുന്ന Cl-. H2SO4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് എത്ര ഉണ്ടെന്നാൽ 2, 2H ഉണ്ട്, 2H ഉണ്ട്. പിന്നെ SO4 എന്ന് പറയുന്നത് ഇവിടെ ഈ എച്ച് എത്ര ആണോ നമുക്ക് തരുന്നത് അത് മൈനസ് ഇട്ടാൻ കൊടുത്താൽ മതി കേട്ടോ. മനസ്സിലായോ? ഇവിടെ H 2, 2H+ CO3 എന്ന് എഴുതിയിട്ട് ഈ 2 മൈനസ് ഇട്ട് എഴുതുക കേട്ടോ. H3, 3H, പിന്നെ PO4 എന്ന് ഇട്ടിട്ട് ഈ 3 -3 ആയിട്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പുറത്താണ് വരുന്നത് കേട്ടോ, -3. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. ബാക്കി നമുക്ക് എടുക്കാം. പിന്നെ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഹൈപ്പും ഒക്കെ ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2 എടുക്കാം. നിങ്ങൾ പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.